അസ്സലാമു അലൈക്കും. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. നമ്മളൊക്കെ ബദർ യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. ഒരു ഭാഗത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയൊരു കൂട്ടം ആളുകൾ, മറുഭാഗത്ത് ഒന്നുമില്ലാത്ത ഒരു ചെറിയ സംഘം. ഈ കഥ തുടങ്ങുന്നത് മക്കയിൽ നിന്നാണ്. അവിടെയുള്ള മുസ്ലിങ്ങൾ ശത്രുക്കൾ ഒരുപാട് ഉപദ്രവിച്ചു. ഒടുവിൽ അവർക്ക് വീടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെയിരിക്കെയാണ് ആ വലിയ പോരാട്ടം നടക്കുന്നത്. അറേബ്യയിലെ നല്ല ചൂടുള്ള സമയമായിരുന്നു അത്. മക്കയിലെ നേതാക്കൾ 1000-ഓളം വരുന്ന വലിയൊരു സൈന്യവുമായി മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പുറപ്പെട്ടു. മദീനയ്ക്കടുത്തുള്ള ബദർ എന്ന ഒരു സ്ഥലത്തെ കിണറ്റിനടുത്ത് വെച്ചായിരുന്നു ഇവർ രണ്ടു കൂട്ടരും കാണുന്നത്. ശത്രുക്കളുടെ കയ്യിൽ നല്ല കുതിരകളും ഒട്ടകങ്ങളും പുതിയ ആയുധങ്ങളും ഒക്കെയുണ്ട്. അവർ നല്ല ആവേശത്തിലായിരുന്നു. എന്നാൽ മറുഭാഗത്ത് പ്രവാചകന്റെ കൂടെയുള്ളത് വെറും 313 പേർ മാത്രമാണ്. അവർക്ക് ആകെയുണ്ടായിരുന്നത് 2 കുതിരകൾ മാത്രം. പലരുടെയും കയ്യിൽ ശരിക്കുള്ള വാളുകൾ പോലും ഉണ്ടായിരുന്നില്ല. യുദ്ധം തുടങ്ങുന്നതിനു മുമ്പ് പ്രവാചകൻ അള്ളാഹുവിനോട് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുറച്ചു പേരെയുള്ളൂ, ഞങ്ങളെ നീ സഹായിക്കണേ എന്നായിരുന്നു ആ പ്രാർത്ഥന. പിറ്റേന്ന് രാവിലെ പോരാട്ടം തുടങ്ങി. നോക്കൂ, എണ്ണത്തിൽ കുറവായിരുന്ന ആ 313 പേരുടെ ഉള്ളിൽ വലിയൊരു ധൈര്യമുണ്ടായിരുന്നു. സത്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന ആത്മവിശ്വാസം. യുദ്ധം മുറുകിയപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആകാശത്തു നിന്ന് മലക്കുകൾ വന്ന് സഹായിച്ചെന്ന് ചരിത്രം പറയുന്നു. അഹങ്കാരത്തോടെ വന്ന ശത്രു സൈന്യം ആ ചെറിയ സംഘത്തിന് മുന്നിൽ പതറിപ്പോയി. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആ ചെറിയ സംഘം വലിയ വിജയം നേടി. ശത്രുക്കളുടെ വലിയ നേതാക്കളെല്ലാം അവിടെ വീണു. 14 മുസ്ലിങ്ങൾ അവിടെ മരിച്ചെങ്കിലും ആ വിജയം ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അത് വെറും ഒരു യുദ്ധമായിരുന്നില്ല. സത്യത്തിനു വേണ്ടി നിൽക്കുന്നവർ എത്ര കുറവാണെങ്കിലും അവർക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ആ മണലാരണ്യം കാണിച്ചു തന്നു. ഇന്നും ആ 313 പേരെ ലോകം ആദരവോടെയാണ് ഓർക്കുന്നത്. ബദർ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ പണമോ ആയുധമോ ഒന്നുമില്ലെങ്കിലും മനസ്സിൽ നല്ലൊരു ലക്ഷ്യവും ദൈവത്തിലുള്ള വിശ്വാസവും ഉണ്ടെങ്കിൽ ഏതു വലിയ പ്രതിസന്ധിയെയും മറികടക്കാം. ആ ആത്മവിശ്വാസമാണ് ബദർ നമുക്ക് നൽകുന്ന വലിയ പാഠം. ഈ കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല ചിത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.